السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ പേരുകളിൽ ഒന്നാണ് അൽ ഹമീദ് എന്ന റബ്ബിൻ്റെ പേര്. അൽ ഹമീദ് എന്ന അള്ളാഹുവിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ 17 തവണ ആവർത്തിച്ചു വന്നത് കാണാം. എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അൽ ഹമീദ്, സ്തുത്യർഹൻ, സ്തുതിക്കപ്പെടുന്നവൻ. ഹമീദ എന്ന പദത്തിൽ നിന്നാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. ഹമീദ എന്നാൽ സ്തുതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തുതിക്കപ്പെടുന്നവൻ എന്ന് പറയാൻ അറബിയിൽ മഹ്മൂദ് എന്ന വാക്ക് മതിയാകും. ഏതുപോലെ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് മഹബൂബ് എന്ന് പറയും, അതുപോലെ സ്തുതിക്കപ്പെടുന്ന ആൾക്ക് മഹ്മൂദ് എന്ന് പറയും. അതേസമയം അൽ ഹമീദ് എന്നത് അതിനുമപ്പുറത്താണ്. ഏതുപോലെ അൽ ഹബീബ് എന്ന പദം പോലെ, അൽ ഹബീബ് എന്ന പദം പോലെയാണ് അൽ ഹമീദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭാഷയിൽ വരിക. കാരണം മഹബൂബ് എന്നാൽ സ്നേഹിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥമെങ്കിൽ അൽ ഹബീബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹിക്കപ്പെടുന്നവൻ എന്ന് മാത്രമല്ല, മറിച്ച് സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവനെന്ന്. ആരും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കൂടി സ്നേഹിക്കാൻ അർഹതയുള്ളവൻ എന്ന അർത്ഥമാണ് അൽ ഹബീബ് എന്ന പദത്തിനുള്ളത്. അതുപോലെ ആ ഘടനയാണ് അൽ ഹമീദ് എന്ന പേരിനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സ്തുതികൾക്കും അർഹനാണ്. നോക്കൂ, ഈ പേര് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം മാത്രം അറിയിക്കുന്ന പേരല്ല. അള്ളാഹുവിൻ്റെ പേരുകളിലെ ഇനങ്ങൾ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില പേരുകൾ ഒരു സിഫത്ത് അറിയിക്കുന്നതായിരിക്കും, ഒരു വിശേഷണം അതിലുണ്ടാകും, ചിലത് ഒന്നിലധികം ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അവന്റെ വിശേഷണം എടുത്തു നോക്കിയാലും അതിലെല്ലാം അവൻ സ്തുതികൾക്ക് അർഹനാണ്. എന്തിൻ്റെ പേരിലും അവൻ സ്തുതികൾക്ക് അർഹനാണ്. ഈ അർത്ഥമാണ് ഈ പേരിനുള്ളത്. നോക്കൂ, ഖുർആനിൽ ഈ പേര് വന്നിട്ടുള്ള ആയത്തുകളിൽ ചിലത്. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ, അവന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു അവൻ ഗനിയാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള അൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, വഹുദൂ ഇലാ ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. ആ സ്വർഗവാസികളായ മുഅ്മിനുകളായ ആളുകൾ വഹുദൂ, അവർ നയിക്കപ്പെട്ടു, അവർക്ക് സന്മാർഗം ലഭിച്ചു. ഇലാ ത്വയ്യിബി മിനൽ ഖൗൽ, വിശിഷ്ടമായ വാക്ക് പറയാൻ. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ ഹിദായത്താണ്. എന്ത്? ഒരുവന് നല്ല വാക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹു അവനെ അതിലേക്ക് വഴി നടത്തുന്നതാണ്, റബ്ബിന്റെ തൗഫീഖാണ്. ഒരുവന്റെ നാവിൽ നിന്ന് മോശമായ പദങ്ങളാണ് വരുന്നത് എങ്കിൽ അത് അള്ളാഹു അവന് നല്ലത് പറയാൻ തൗഫീഖ് നൽകിയിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. വഹുദൂ ഇലാ ത്വയ്യിബി മിനൽ ഖൗൽ,
തയ്യിബായ വാക്കിലേക്ക് അവർ വഴി നടത്തപ്പെട്ടു. വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹനായവന്റെ പാതയിലേക്ക്, അള്ളാഹുവിന്റെ വഴിയിലേക്ക്, റബ്ബിലേക്കുള്ള നേരായ വഴിയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, വഅലമു അന്നല്ലാഹ ഗനിയുൻ ഹമീദ്, നിങ്ങൾ അറിയണം അള്ളാഹു അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞവനാണ്. ഹമീദുൻ, അവൻ സ്തുതികൾക്ക് അർഹനാണ്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ സ്തുതികൾക്ക് അർഹനാണ്. അവന്റെ അസ്മാകളുടെ പേരിൽ, അവന്റെ പേരുകളെല്ലാം സ്തുതികൾക്ക് അർഹമാണ്. അവന്റെ വിശേഷണങ്ങളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നോക്കൂ, ഈ ഹംദ് എന്നത് അള്ളാഹുവിനെ പുകഴ്ത്തി പറയാനുള്ള ഏറ്റവും വിശാലമായ വാക്കാണ്. അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങളുടെ പേരിലും അവൻ സ്തുതികൾക്ക് മാത്രം അർഹനാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഏതേത് വിധിവിലക്കുകൾ നിയമമുണ്ടോ അതിന്റെ പേരിലെല്ലാം അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ്. അവന്റെ നീതിയുടെ പേരിൽ, അള്ളാഹു അവന്റെ ശത്രുക്കളെ ശിക്ഷിക്കുന്നതിന്റെ പേരിൽ, അവന്റെ ഔലിയായിന്, അവന് പ്രിയപ്പെട്ടവർക്ക് അവൻ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നൽകുന്നതിന്റെ പേരിൽ, ഇതിന്റെ പേരിലെല്ലാം സ്തുതിക്കപ്പെടേണ്ടവൻ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അവന്റെ കൽപ്പനയും, അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അവന്റെ കൽപ്പനയുമെല്ലാം അവന്റെ ഹംദിനുമേലാണ് സ്ഥിതി കൊള്ളുന്നത്. അതുപോലെ അതിന്റെ എല്ലാം പിന്നിലെ ലക്ഷ്യവും എന്താണ്? അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ്. അപ്പൊ നോക്കൂ, സൃഷ്ടിപ്പ് ആരംഭിക്കാനുള്ള കാരണം അത് ഹംദാണ്. ഒടുക്കവും എന്താണ്? ഹംദാണ്. സകലതിന്റെയും ആത്മാവ് അത് ഹംദാണ്. എല്ലാം ഇവിടെ നിലനിൽക്കുന്നതിന്റെ പേരിൽ അള്ളാഹു സ്തുതികൾക്ക് മാത്രം അർഹനാണ്. അള്ളാഹു സ്തുതികൾക്ക് അർഹനാണ്. ആ സ്തുതി ഹംദ് എന്ന് പറയുന്നത് രണ്ട് ഇനമുണ്ട്. അൽ ഹംദു നൗആൻ, ഹംദ് എന്നത് രണ്ട് ഇനമുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പേരിൽ, അവൻ നൽകിയ നന്മകളുടെ പേരിൽ അവനെ സ്തുതിക്കുക എന്നത്, അതിനാണ് നമ്മൾ ശുക്ർ എന്ന് പറയുക, നന്ദിയുടെ ഭാഗമായുള്ള സ്തുതി. എന്നാൽ അതിനും അപ്പുറത്ത് മറ്റൊന്നുണ്ട്. അതെന്താണ്? അനുഗ്രഹങ്ങളുടെ പേരിൽ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിന്റെ പേരിൽ, അവന്റെ നാമങ്ങളുടെ വിശേഷണങ്ങളുടെ പേരിൽ അവൻ സ്തുതിക്കപ്പെടുന്നവനാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏതേത് വിശേഷണങ്ങളുടെ പേരിലും അവൻ സ്തുതിക്കപ്പെടേണ്ട റബ്ബാണ്. ഒന്നാമത്തെ ഇനം നോക്കൂ നിങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. അതിൽ അവൻ ദുനിയാവിൽ നല്ലവനെയും മോശക്കാരനെയും വേർതിരിച്ചിട്ടില്ല, മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിച്ചിട്ടില്ല. മറിച്ച് മുസ്ലിമിനും കാഫിറിനും അള്ളാഹു അവന്റെ എണ്ണിയാൽ കണക്കാക്കാൻ സാധിക്കാത്ത വിശാലമായ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അവർക്കെല്ലാം ഇഹലോകത്ത് അവന്റെ കാരുണ്യം ലഭിച്ചിരിക്കുന്നു. പ്രയാസത്തിൽ അകപ്പെടുന്നവൻ മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ, അവൻ വിളിച്ചാൽ, റബ്ബിനെ വിളിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ റബ്ബാണ്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫു السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അല്ലാഹു പറഞ്ഞില്ലേ, അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ്, വഴിമുട്ടിയവൻ അവൻ വിളിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ്? അവനാണോ നല്ലത്? അതല്ല നിങ്ങളുടെ ഇലാഹുകളോ? വയക്ഷിഫു السوء, പ്രയാസം നീക്കുന്ന, വയജഅലുകും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ തുടരെ തുടരെ വരുന്ന അനന്തരാവകാശികളായി നിലനിർത്തുന്നവൻ. ഇലാഹും അല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ അവൻ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അനുഗ്രഹങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നൽകിയവനാണ്. നമുക്കതിന് യാതൊരു അവകാശവും ഉണ്ടായിട്ടല്ല, മറിച്ച് അവൻ അവന്റെ ഫദ്ലിനാൽ, അവന്റെ ഔദാര്യത്താൽ, അവന്റെ ഉദാരതയാൽ നൽകിയത്. അതുപോലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് വരാനുള്ള എല്ലാ വഴികളും ഒത്തിട്ടുണ്ട്. എന്നിട്ടും അത് തടുക്കുന്നവൻ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന റബ്ബ്, ഇതെല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുള്ളതാണ്.
എന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് അവൻ ഹിദായത്ത് നൽകിയത് നോക്കൂ, അതിന് അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. അവന്റെ അനുഗ്രഹമാണത്. അള്ളാഹു അവരെ തിന്മകളിൽ വീണുപോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈമാൻ അവർക്ക് പ്രിയങ്കരമാക്കി കൊടുക്കുന്നു. അതവരുടെ ഹൃദയങ്ങളിൽ അലങ്കരിച്ചു വെക്കുന്നു. കുഫറിനോട്, തിന്മകളോട്, വൃത്തികേടുകളോട് അള്ളാഹു അവർക്ക് വെറുപ്പ് നൽകുന്നു. സന്മാർഗത്തിൽ അള്ളാഹു അവരെ ആക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള വഴികളിലേക്ക്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിലേക്ക് അള്ളാഹു അവരെ നയിക്കുന്നു. റബ്ബിന്റെ അനുഗ്രഹങ്ങളുടെ പേരിലെല്ലാം അവൻ സ്തുതിക്കപ്പെടേണ്ടവനാണ്. അനുഗ്രഹങ്ങൾ തിരിച്ചറിയണോ, അതിന്റെ ഉസൂൽ അറിയണോ, അതിന്റെ അടിവേര് മനസ്സിലാക്കണോ, ഖുർആനിലൂടെ കണ്ണോടിക്കുക. അള്ളാഹുവിന്റെ എണ്ണിയാൽ കണക്കാക്കാത്ത അനുഗ്രഹങ്ങൾ, കണക്കാക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളുടെ ഉസൂൽ അത് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് നോക്കൂ, നിഅമത്തുകൾ എണ്ണിപ്പറഞ്ഞ, ധാരാളമായി എണ്ണിപ്പറഞ്ഞ ചില സൂറത്തുകളുണ്ട്. സൂറത്തുൻ നഹ്ൽ അതിലൊന്നാണ്. സൂറത്തുൻ നഹ്ൽ, ആ സൂറത്തിന് ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് കാണാം സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്ന്. എത്ര എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ വിവരിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൂറത്തിൽ വിവരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു വിവരിച്ചിരിക്കുന്നു. കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും എന്ന് ആ അനുഗ്രഹങ്ങൾ വിവരിച്ചതിന്റെ അവസാനം അല്ലാഹു പറഞ്ഞത് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിഅമത്തുകൾ വിവരിച്ചതിന്റെ ഒടുവിൽ പറഞ്ഞത് കാണാം. അതിൽ ആദ്യം വിവരിച്ച അനുഗ്രഹം ഏതാണ്? ആദ്യം അല്ലാഹു പറഞ്ഞത് യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫത്തഖൂൻ. മലായികത്തിനെ അല്ലാഹുവിന്റെ വഹയുമായി, ചത്തുപോയ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന റബ്ബിന്റെ സന്ദേശവുമായി അവൻ ഉദ്ദേശിക്കുന്ന അടിമകളിലേക്ക്, നബിമാരിലേക്ക് ഇറക്കുന്നവനാണ് റബ്ബ്. അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫത്തഖൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിക്കുക എന്ന താക്കീത് നൽകാൻ. അപ്പൊ നോക്കൂ, തൗഹീദ് പഠിപ്പിച്ചു തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇൽമ അള്ളാഹു നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനേക്കാൾ വലിയ വേറൊരു നിഅമത്തില്ല, അതിനോളം പോന്ന ഒരു നിഅമത്തുമില്ല. എന്താകട്ടെ എന്ന് തുടങ്ങി നോക്കൂ, ആ സൂറത്തിൽ ഒരുപാട് ഒരുപാട് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വിവരിച്ചത് കാണാം. ആ സൂറത്ത് മനസ്സിരുത്തി വായിച്ചു നോക്കുക. സൂറത്തു അൻ-നഹ്ൽ. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, എങ്ങോട്ട് നോക്കിയാലും, മുകളിലേക്ക് നോക്കിയാലും, താഴേക്ക് നോക്കിയാലും, വലത്തോട്ട് നോക്കിയാലും, ഇടത്തോട്ട് നോക്കിയാലും, അവനവന്റെ ശരീരത്തിലേക്ക് നോക്കിയാലും, നിന്റെ നാവിലേക്ക് നോക്കിയാലും, നിന്റെ സംസാരത്തിലേക്ക് നോക്കിയാൽ, എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലാതെ എന്താണ് കാണാൻ കഴിയുന്നത്? എങ്ങോട്ട് നോക്കൂ, എവിടേക്കും നോക്കൂ, റബ്ബിന്റെ അനുഗ്രഹമല്ലാതെ വേറൊന്നും കാണുകയില്ല. അതിന്റെ പേരിലെല്ലാം അവൻ ഹംദിന്, സ്തുതികൾക്ക് മാത്രം അർഹനാണ്. ഇസ്ലാം നൽകിയതിന് അവന് സ്തുതി, ഈമാൻ നൽകിയതിന് അവന് സ്തുതി, ഖുർആൻ നൽകിയതിന് അവന് സ്തുതി, സമ്പത്തും കുടുംബവും ആരോഗ്യവും എല്ലാം നൽകിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതി. നേരത്തെ മുൻപേ തന്നതും തന്നുകൊണ്ടിരിക്കുന്നതും ആരുമറിയാത്തതും പരസ്യമായതും പ്രത്യേകമായുള്ളതും എല്ലാവർക്കും ഉള്ളതും ഏതിനും അല്ലാഹുവിന് മാത്രം സ്തുതി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർദാ. രണ്ടാമത്തേത്, അള്ളാഹു സ്തുതികൾക്ക് അർഹനാണ്. എന്തിന്റെ പേരിൽ? ഈ അനുഗ്രഹങ്ങൾ അവിടെ മാറ്റിവെക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവന്റെ പേരുകളും അവന്റെ വിശേഷണങ്ങളും അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിന്റെ എല്ലാം പേരിൽ അവൻ സ്തുതികൾക്ക് മാത്രം അർഹനാണ്. അവൻ ലോകരുടെ മുഴുവൻ റബ്ബാണ്, അതുകൊണ്ട് അവൻ സ്തുതികൾക്ക് അർഹനാണ്. അവൻ ലോകരുടെ ഒരേ ഒരു ഇലാഹാണ്, അതുകൊണ്ട് അവൻ സ്തുതികൾക്ക് അർഹനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് മ്ലേച്ഛമായ ന്യൂനതകൾ ഒന്നും അള്ളാഹുവിന് യോജിക്കുകയില്ല. അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് അവൻ സ്തുതികൾക്ക് അർഹനാണ്. നോക്കൂ, അള്ളാഹു പറഞ്ഞത് വഖുലിൽ ഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക് വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറ. വഖുലിൽ ഹംദുലില്ലാഹ്, നീ പറയുക അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. എങ്ങനെയുള്ളവർ റബ്ബാണ് അവൻ? അല്ലദീ ലം യത്തഖിദ് വലദൻ, ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവൻ,
വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവന്റെ അധികാരത്തിൽ ഒരു പങ്കാളിയുമില്ലാത്തവൻ. വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുൽ, നിന്ദതയുടെ പേരിൽ ഒരു വലിയനെ, ഒരു മിത്രത്തെ സ്വീകരിക്കാത്തവൻ. അവൻ ആവശ്യമുള്ളത് കൊണ്ട് ഒരു മിത്രത്തെ സ്വീകരിക്കില്ല, അവന് ആവശ്യമില്ല. മറിച്ച് അവന്റെ ഫദ്ലിനാൽ, ഔദാര്യം കൊണ്ടാണ് അവൻ ചിലരെ അവന്റെ ഔലിയായി സ്വീകരിക്കുന്നത്. വകബ്ബിർഹു തക്ബീറ, അങ്ങനെയുള്ള റബ്ബിനെ നീ തക്ബീർ ചൊല്ലുക, അവനെ പ്രകീർത്തിക്കുക. നോക്കൂ, അല്ലാഹു പറഞ്ഞത് മറ്റൊരിടത്ത്, ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. റബ്ബിസ് സമാവാത്ത്, ആകാശങ്ങളുടെ റബ്ബായവൻ. വറബ്ബിൽ അർദ്, ഭൂമിയുടെ റബ്ബായവൻ. റബ്ബിൽ ആലമീൻ, ലോകരുടെ മുഴുവൻ റബ്ബ്. വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവനാണ് എല്ലാ വലിപ്പവും. വഹുവൽ അസീസുൽ ഹകീം, അവനാണ് ഏറ്റവും പ്രതാപമുള്ളവനും എല്ലാ യുക്തിയുമുള്ളവനും. നോക്കൂ, ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഹംദ്, അവന്റെ വിശേഷണങ്ങൾ അത് മൊത്തത്തിലും പറഞ്ഞിരിക്കുന്നു, അതുപോലെ ഓരോന്നും വിശദീകരിച്ചും പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണത്? അള്ളാഹുവിനെ അടിമകൾ സ്നേഹിക്കാൻ. ഹംദിൽ അടങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മഹബ്ബത്താൻ. അള്ളാഹുവിനോട് സ്നേഹമില്ലാത്തവന്, അവനെ അങ്ങേയറ്റം മനസ്സിൽ അവന്റെ മഹത്വം മനസ്സിലാക്കാത്തവന് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യാൻ സാധിക്കുകയില്ല. ഹംദിൽ അടങ്ങിയിട്ടുള്ള കാര്യം അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹു അവനെ ഹംദ് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് ഖുർആനിൽ അവൻ പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരർത്ഥമുണ്ട്. എന്താണത്? അള്ളാഹു അവനെ സ്നേഹിക്കുന്നു എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നു, അവനെ സ്നേഹിക്കുന്നു എന്നത്. കാരണം അവൻ സ്വയം അവന്റെ ഹംദ് പറഞ്ഞിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹുവിന് സ്തുതി, അള്ളാഹുവിന് ഹംദ് അറിയിക്കുന്ന 40-ലധികം ഇടങ്ങളിൽ അള്ളാഹു അവന് ഹംദ് പറഞ്ഞതായി കാണാം. പരിശുദ്ധ ഖുർആനിൽ 40-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഹംദ് പറഞ്ഞത് കാണാം. നോക്കൂ, അതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹുവിന് എല്ലാ സ്തുതിയും, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മൊത്തത്തിലും അതുപോലെ വിശദമായും പറഞ്ഞിരിക്കുന്നു. അതിന്റെ ആകത്തുക, എന്തുകൊണ്ട് അള്ളാഹുവിന് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞ ഖുർആനിലെ ചിലയിടങ്ങളുണ്ട്. അതിലൊന്നാണ് ഖുർആനിലെ ഏറ്റവും മഹത്തരമായ സൂറത്ത്, മുസ്ഹഫിലെ ഒന്നാമത്തെ സൂറത്ത്, അതിന്റെ തുടക്കം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ, അനാവശ്യമായ മുഖവുരകളോ ആമുഖങ്ങളോ വലിച്ചു നീട്ടി ആമുഖങ്ങളോ ഒന്നും ഖുർആനിൽ കാണാൻ കഴിയില്ല. നേർക്ക് നേരെ കാര്യം. ഖുർആൻ എടുത്തു നോക്കിയോ, മുസ്ഹഫ് തുറന്നു നോക്കിയോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും റബ്ബായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അതിൽ മഹബ്ബത്ത് അടങ്ങിയിട്ടു. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ അതിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അടങ്ങിയിട്ടുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാൻ റഹീം എന്ന വാക്കിൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷ അതിലുണ്ട്. റഹ്മാൻ റഹീമുമാണ്. പ്രതീക്ഷയോടൊപ്പം വേണ്ട കാര്യം എന്താണ്? റജായിന്റെ കൂടെ വേണ്ടത് എന്താണ്? ഖൗഫാണ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്. അത് തൊട്ടടുത്ത ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. മാലിക് യൗമുദ്ദീൻ, അവൻ യൗമുദ്ദീനിന്റെ മാലിക്കാണ്, അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അടങ്ങിയിട്ടുണ്ട്. മഹബ്ബത്തും ഖൗഫും റജാവും, അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനുള്ള പ്രതീക്ഷയും അവനിലുള്ള ഭയവും, ഇത് മൂന്നുമുള്ളവനാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. തൊട്ടടുത്ത ആയത്ത് എന്താണ്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. മഹബ്ബത്തും ഖൗഫും റജാവും ഇല്ലാതെ ഇബാദത്തില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മാത്രമേ ഉള്ളൂ എന്നൊരുവൻ പറഞ്ഞാൽ അവൻ സിന്ദീഖാണെന്നാണ്. സൂഫികൾ നോക്കൂ, സൂഫികളുടെ ബാധയേറ്റ ചില പ്രസ്ഥാനങ്ങളും ഇത് മാത്രമേ പറയുള്ളൂ, അള്ളാഹുവിനോടുള്ള സ്നേഹം. എന്തിനാണ് അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയുന്നത്? ചില ജാഹിലുകൾ അങ്ങനെ പ്രസംഗിക്കുന്നതും എഴുതുന്നതും ഒക്കെ കാണാം. അള്ളാഹുവിനോടുള്ള പേടി, എന്തിനാണ് പേടി എന്ന് പറയുന്നത്? യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനോടുള്ള പേടി ഇല്ലാതെ ഇബാദത്ത് ഉണ്ടാവുകയില്ല. മഹബ്ബത്തും ഖൗഫും റജാവും മൂന്നും വേണ്ടതുണ്ട്.
പ്രതീക്ഷ മാത്രമായാലോ അവൻ മുർജിഅകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും, അവൻ മുർജിഅത്തിന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തിന്മ ചെയ്താലും ഒരു കുഴപ്പവുമില്ല, അതിന് യാതൊന്നും ബാധിക്കുകയില്ല എന്ന് തുടങ്ങിയ പിഴച്ചവാദങ്ങൾ പറയുന്ന കക്ഷി. എന്നാൽ ഖൗഫ് മാത്രമേ ഒരുവനുള്ളൂ, പേടി മാത്രമേ ഉള്ളൂ. അവൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവന്റെ മനസ്സിൽ അറ്റുപോയിരിക്കുന്നു. അവൻ ഖവാരിജുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. അവൻ തിന്മ ചെയ്തു പോയാൽ തന്നെ, ശിർക്കല്ലാത്ത തിന്മ ചെയ്തു പോയാൽ തന്നെ ഒരുവൻ നരകത്തിൽ ശാശ്വതനാകും എന്ന് വിശ്വസിക്കുന്ന, അതിനപ്പുറത്ത് വേറെയും പിഴച്ചവാദങ്ങളുള്ള ഖവാരിജുകളുടെ കൂട്ടത്തിലായി പോകും. ഇല്ല, മുഅ്മിനുകൾ ഇങ്ങനെയല്ല. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു, അവനെ ഭയപ്പെടുന്നു. അങ്ങനെയാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ. അള്ളാഹുവിനാണ് സ്തുതി ഫിൽ ഊല വൽ ആഖിറ, ആദ്യത്തിലും അവസാനത്തിലും, ഈ ലോകത്തും പരലോകത്തും. അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സൂറത്തു സബയിലെ 1-ാമത്തെ ആയത്താണ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് ആരുടേതാണോ ആ അള്ളാഹുവിന് എല്ലാ സ്തുതിയും. ഇത് നോക്കൂ, അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ ആകാശങ്ങളുടെ റബ്ബാണ്, ഭൂമിയുടെ റബ്ബാണ്. ഇതാകെ ഒന്നാകെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വാക്കുകളാണ്. ഇത് നോക്കൂ, ഓരോന്നിനും അള്ളാഹുവിനെ സ്തുതി പറയുന്ന ഖുർആനിലെ ആയത്തുകൾ. സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, സ്വർഗവാസികൾ സ്വർഗത്തിലെത്തിയാൽ പറയുന്നത് എന്താണ്? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ പറയും, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, ഇതിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ അള്ളാഹുവിന്. അവൻ ഇതിലേക്ക് വഴി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇതിലെത്തിപ്പെടുമായിരുന്നില്ല. അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഹംദിന്റെ വില നമുക്ക് ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഹംദിന്റെ വലിപ്പം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് എന്നതിനെ കുറിച്ച് പറഞ്ഞത് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മീസാൻ നിറയും. എന്താ പരലോകത്തെ മീസാൻ എന്ന് പറഞ്ഞാൽ? ആകാശവും ഭൂമിയും തൂക്കി നോക്കിയാലും അതിനൊക്കെ തൂക്കാനുള്ള സ്ഥലം ഉണ്ടാവുന്നതാണ് ആ മീസാനിൽ. ആ മീസാൻ നിറയും എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അൽഹംദുലില്ലാഹ് എന്ന വാക്കിന്റെ വലിപ്പം അത്രയുമുണ്ട്. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? മനസ്സിൽ അള്ളാഹുവിനോടുള്ള നന്ദി നിറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അത്രേ നമ്മൾക്കൂടെ സാധിക്കുള്ളൂ. നീ ജനിച്ച് ദുനിയാവ് ആരംഭിച്ചത് മുതൽ ദുനിയാവിന്റെ ഒടുക്കം വരെ സുജൂദിൽ കിടന്നാലും അള്ളാഹുവിനോടുള്ള നിന്റെ ബാധ്യത തീരുകയില്ല. അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അവനെ ആരാധിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവൻ നമുക്ക് നിസാരമായ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരടിമ ഒരു ഉരുള വായിൽ വെച്ച് ഒരിറക്ക് വെള്ളം കുടിച്ച് അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്നു. അതിന്റെ പേരിൽ അള്ളാഹു അവനോട് തൃപ്തി, അവന്റെ റിദാ അവന് ലഭിക്കുന്നു. എന്തേ പറയുന്നുള്ളൂ? അൽഹംദുലില്ലാഹ് എന്ന്. അതിന്റെ വലിപ്പം അറിയിക്കുന്ന ആയത്താണിത്. കാരണം ഇതിനേക്കാൾ വലുത് മുഅ്മിനുകൾക്ക്, ഇതിനേക്കാൾ വലുത് ഒരാൾക്കും കിട്ടാനില്ല. ഏതാണത്? സ്വർഗം. അതിനേക്കാൾ വലുത് എന്താണുള്ളത്? അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. പക്ഷെ അത് കിട്ടിയപ്പോൾ അവർ പറയുന്ന വാക്ക് എന്താണ്? അൽഹംദുലില്ലാഹ്. വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അത് സ്വർഗം നൽകിയതിനുള്ള ഹംദാണ്. അതുപോലെ നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ നമുക്ക് കാണാം, ഫഖുലിൽ ഹംദുലില്ലാഹി അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. നീ പറയുക, അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. ശത്രുക്കൾക്കെതിരിൽ അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചതിന് അള്ളാഹുവിന് സ്തുതി. അതുപോലെ നോക്കൂ, സൂറത്തുൽ ഗാഫിർ അള്ളാഹു പറഞ്ഞത്, ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ ഇഖ്ലാസോടെ ശിർക്ക് കലരാത്ത രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനാകുന്നു എല്ലാ സ്തുതിയും. തൗഹീദാകുന്ന നിഅമത്തിന് അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. ഇബ്രാഹിം നബി പറഞ്ഞത്, പ്രായമേറിയ ശേഷം എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും തന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. എന്റെ റബ്ബ് ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്, ദുആ കേൾക്കുന്നവനാണ്. നോക്കൂ, നിഅമത്തുൽ മാലി വൽ വലദ്, സമ്പത്ത്, സന്താനം, ആരോഗ്യം, ഇതൊക്കെ നൽകിയതിന് അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. തന്റെ അടിമക്ക് കിതാബ് അവതരിപ്പിച്ച, അതിന് ഒരു വളവും
ഏർപ്പെടുത്താത്ത അള്ളാഹുവിനാകുന്ന എല്ലാ സ്തുതിയും. ഖുർആൻ അവതരിപ്പിച്ചതിന് അള്ളാഹുവിന് സ്തുതി. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത അള്ളാഹുവിന് സ്തുതി. അവന്റെ വിശേഷണങ്ങളുടെ പേരിൽ ഒരു ന്യൂനതയും അവന് ഏറ്റിട്ടില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് സ്തുതി. നോക്കൂ, ഖുർആൻ അള്ളാഹു ആരംഭിച്ചത് ഹംദ് പറഞ്ഞിട്ടാണ്. പല സൂറത്തുകളും ഖുർആനിൽ ആരംഭിക്കുന്നത് ഹംദോടെയാണ്. സൃഷ്ടിപ്പിന്റെ തുടക്കം, സൃഷ്ടികളുടെ തുടക്കം അത് പറഞ്ഞത് അതേക്കുറിച്ച് ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ അൻആമിന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന് എല്ലാ സ്തുതിയും. ഇരുട്ടുകളും വെളിച്ചവും ഏർപ്പെടുത്തിയ അള്ളാഹുവിന്. സൃഷ്ടിപ്പിന്റെ തുടക്കം പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ സ്തുതിയാണ്. ഇനി ഒടുക്കം പറഞ്ഞെടുത്ത് സൂറത്ത് സുമറിൽ അവസാന ഭാഗത്ത് സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും അവരുടെ അന്തിമ ഗേഹത്തിലെത്തിയ ശേഷം ഒടുക്കം പറഞ്ഞതിന് ശേഷം ആ സൂറത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തുടക്കത്തിലും ഒടുക്കത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സ്തുതി. അവന് മാത്രമല്ല സ്തുതിയും. നോക്കൂ, അള്ളാഹുവിന്റെ അതിമഹത്തായ ഇസ്മുകളിൽ മറ്റൊരു പേരാണ് അൽ മജീദ് എന്ന അള്ളാഹുവിന്റെ നാമം. പരിശുദ്ധ ഖുർആനിൽ രണ്ടിടങ്ങളിലാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ഹൂദിലെ 73-ാമത്തെ ആയത്തിലാണ്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. മലായികത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വരികയും സാറക്ക് റളിയല്ലാഹു അൻഹ ഇസ്ഹാഖ് എന്ന മകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും എന്നിട്ട് പറഞ്ഞ വാക്കാണ് റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ബറക്കത്തും നിങ്ങൾക്കുണ്ടാകട്ടെ വീട്ടുകാരെ. ഇന്നഹു ഹമീദും മജീദ്, അവൻ ഹമീദും മജീദുമാണ്. നോക്കൂ, ആ ആയത്ത് ശരിക്കും ശ്രദ്ധിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടുകാർക്ക് അഹ്ലുബൈത്തിന് അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ബറക്കത്തും ഉണ്ടാകട്ടെ, അവർക്ക് വേണ്ടിയുള്ള ദുആ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഏത് പേരാണ് പറഞ്ഞത്? ഇന്നഹു ഹമീദും മജീദ്, അവൻ ഹമീദും മജീദുമാണ്. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും ഒക്കെ ദുആ ചെയ്തിട്ട് നമ്മൾ പറയുന്ന പേര് ഇന്നക ഹമീദും മജീദ്. ഏതിൽ? സലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ സലാത്ത് ഉണ്ടാകട്ടെ, നബിയുടെ കുടുംബത്തിനും നബിയുടെ അനുയായികൾക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ ഏത് പേരാണ് പറയുന്നത്? ഇന്നക ഹമീദും മജീദ്, അള്ളാഹു നീ ഹമീദും മജീദുമാണ്. അപ്പൊ നോക്കൂ, സൂറത്ത് ഹൂദിലാണ് ഒരു തവണ ഈ പേര് വന്നിട്ടുള്ളത്. രണ്ടാമത് സൂറത്തുൽ ബുറൂജിലാണ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ്. ഈ രണ്ടിടങ്ങളിലാണ് അള്ളാഹുവിന്റെ ഈ പേര് വന്നിട്ടുള്ളത്. അൽ മജീദ് എന്ന അള്ളാഹുവിന്റെ പേര് വന്നിട്ടുള്ളത്. നോക്കൂ, അൽ ഹമീദ് എന്ന അള്ളാഹുവിന്റെ പേര് പോലെ ഈ പേരും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തെ മാത്രം അറിയിക്കുന്ന പേരല്ല. മജീദ് എന്നാൽ അവൻ മജ്ദുള്ളവനാണ്. മജ്ദ് എന്നാൽ അങ്ങേയറ്റത്തെ മഹത്വമാണ് അതിന്റെ ഉദ്ദേശം. ഉയർച്ചക്കും മഹത്വത്തിനും പറയുന്ന പേരാണെന്ത്? മജ്ദ്. അവൻ എല്ലാ മഹത്വങ്ങളും ഉള്ളവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ, അവന്റെ വിശേഷണങ്ങളെല്ലാം മഹത്തരമാണ്. അവന്റെ വിശേഷണങ്ങൾ അനേകമുണ്ട്. അതെല്ലാം ഏറ്റവും നന്മ നിറഞ്ഞതാണ്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ മഹത്വവും അതിന്റെ ആധിക്യവും അതിന്റെ വിശാലതയും അറിയിക്കുന്ന പേരാണ് അൽ മജീദ് എന്ന അള്ളാഹുവിന്റെ പേര്. അവന്റെ ഏതേത് വിശേഷണം എടുത്തു നോക്കൂ, അതെല്ലാം മഹത്തരമാണ്, അതെല്ലാം വിശാലമാണ്. അവന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ മുൽക്ക്, അവന്റെ അധികാരം അതെത്ര വലുതാണ്. അവന്റെ പൂർണ്ണത അത് നിരുപാധികമായ പൂർണ്ണതയാണ്. അത് അള്ളാഹുവിന് മാത്രമുള്ള അൽ കമാലുൽ മുത്ലഖ്. അതുപോലെ അൽ ജമാലുൽ മുത്ലഖ്, അവന്റെ മനോഹാരിത അത് പരിപൂർണമാണ്. അതിൽ എന്തെങ്കിലും ഒരു കുറവില്ല. അല്ലാഹ ജമീൽ എന്ന് പറഞ്ഞാൽ ആ ജമാൽ, അള്ളാഹുവിന്റെ ഭംഗി അത് പരിപൂർണമാണ്. ഏതേത് വിശേഷണങ്ങളിലും ഈ മഹത്വവും ആധിക്യവും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നോക്കൂ, അള്ളാഹുവിന്റെ ഒരു വിശേഷണം പോലും, ഒരൊറ്റ വിശേഷണം പോലും പരിപൂർണമായി മനസ്സിലാക്കാൻ അടിമകൾക്ക് കഴിയില്ല. അതിനെ പൂർണ്ണമായി അറിയാൻ പടപ്പുകൾക്ക് സാധ്യമല്ല. നമുക്ക് അറിയാൻ സാധിക്കുക
മാത്രം മനസ്സിലാക്കാൻ നമുക്ക് കഴിവുള്ള സംഗതികൾ, നമുക്ക് താങ്ങുന്നത് മാത്രമാണ് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അവൻ എല്ലാത്തിനേക്കാളും വലുതാണ്, അവൻ എല്ലാത്തിനേക്കാളും മുകളിലുള്ളവനാണ് എന്നു മാത്രമല്ല, അവനെ അനുസരിക്കുന്ന, അവനെ യഥാവിധി അനുസരിക്കുന്ന, ഭയപ്പെടുന്ന അടിമകളുടെ മനസ്സിൽ അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അവരുടെ ഹൃദയം അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നോക്കൂ, അള്ളാഹു അവനെ തംജീദ് ചെയ്തിരിക്കുന്നു. അവന്റെ മഹത്വം അള്ളാഹു ഖുർആനിൽ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അല്ല, ഖുർആനിൽ മുഴുവൻ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണ്? അള്ളാഹുവിന്റെ മഹത്വമാണ്. അവനെ തംജീദ് ചെയ്യുക, അവന്റെ മജീദ്, അവന്റെ മഹത്വം അല്ലാതെ വേറെ എന്താണ് ഖുർആനിലുള്ളത്? യഥാർത്ഥത്തിൽ ഒന്നുമില്ല. അവന്റെ മഹത്വമാണ് യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളത്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള പ്രത്യേകതയുള്ള സൂറത്തുകൾ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയിലുള്ളത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. റബ്ബിന്റെ 20-ലധികം വിശേഷണങ്ങൾ ആയത്തുൽ കുർസിയിലുണ്ട്. 5 പേരുകൾ ആയത്തുൽ കുർസിയിലുണ്ട്. ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്താണ് ഏത്? ഏത് സൂറത്താണ്? സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? തഅദീലു സുലുസുൽ ഖുർആൻ. ഖുർആന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത്, അതിലാകെ ഉള്ളത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹയാണ്. ആ സൂറത്തിന്റെ പകുതി അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രശംസയും അവനെ പുകഴ്ത്തലും മാത്രമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ നിസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കുമിടയിൽ 2ആയി പകുത്തിയിരിക്കുന്നു. അവിടെ സലാത്ത് എന്ന്, നിസ്കാരം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും, പക്ഷെ അവിടെ ഉദ്ദേശം എന്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹയെ ആകെ നിസ്കാരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു, സലാത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല എന്നതിലേക്കുള്ള സൂചന അതിലുണ്ട്. ഫാത്തിഹ ഞാൻ എനിക്കും എന്റെ അടിമക്കുമിടയിൽ ഞാൻ 2ആയി പകുത്തിരിക്കുന്നു. ഫഇദാ ഖാല അബ്ദി, എന്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹു പറയും എന്ത്? ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അടിമ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ തംജീദ് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ മജിദ്, അത് മഹത്വം വാഴ്ത്തിയിരിക്കുന്നു. ആ പദമാണ് അൽ മജീദ് എന്ന അള്ളാഹുവിന്റെ പേരിലുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹു പറയും ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്. ഇതുവരെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതിനും ഇടയിലുള്ള ആയത്താണ് എന്ത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനും അടിമക്കും ഇടയിലുള്ള കരാറാണത്. വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമ എന്ത് ചോദിക്കുന്നോ അവൻ അതുണ്ടായിരിക്കും. അപ്പോഴാണ് അടിമ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹുവേ നേരായ പാതയിലേക്ക് നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴിയിൽ നടത്തണമേ, നീ നിന്റെ കോപത്തിനെതിരെ അവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ വഴിയിലല്ല. അല്ലാഹു പറയും ഹാദാ ലിഅബ്ദി, എന്റെ അടിമക്ക് ഈ ചോദിച്ചതുണ്ടായിരിക്കും. വലിഅബ്ദി മാ സഅൽ, എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ അസ്ബാബുൽ ഹിദായ ഉണ്ട് എന്നാണ്. ഹിദായത്ത് ലഭിക്കാനുള്ള വഴികൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ദുനിയാവിലെ സകല പിഴച്ച കക്ഷികൾക്കുള്ള മറുപടി സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്നാണ് ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബ് യഥാർത്ഥത്തിൽ മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഭാഗത്തിന് മാത്രം വിശദീകരണമാണ്. മദാരിജുസ് സാലിക്കീൻ ഫി മനാസിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, യഥാർത്ഥത്തിൽ ചുരുക്കി പറഞ്ഞ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് കിതാബ് മുഴുവൻ. അപ്പൊ നോക്കൂ നിങ്ങൾ, അത്രയുമുണ്ട്. അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് ഓരോ പിഴച്ച കക്ഷികൾക്കും ഈ സൂറത്തിൽ എങ്ങനെ മറുപടി വരുന്നു എന്ന്. അത്ഭുതകരമാണ്. അപ്പൊ നോക്കൂ, ആ സൂറത്ത്, ഇത്രയും ശ്രേഷ്ഠമായ സൂറത്ത്, അത് അള്ളാഹുവിന്റെ മഹത്വം ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം നോക്കൂ നിങ്ങൾ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, അതിൽ മുഴുവൻ അള്ളാഹുവിന്റെ, അവന്റെ മജിദ്, അവന്റെ മഹത്വം വാഴ്ത്തലാണ് അല്ലേ? റബ്ബനാ ലക്കൽ ഹംദ് മിൽഅ അസ്സമാവാതി വമിൽഅ അൽ അർദി
വമാ ബൈനഹുമ വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഹദീസുകളിൽ അതിന്റെ ബാക്കി കൂടി വന്നിട്ടുണ്ട്. റബ്ബന ലക്കൽ ഹംദ് എന്നെങ്കിലും പറഞ്ഞാൽ മതിയാകും. അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, റബ്ബന വലക്കൽ ഹംദ് ഒക്കെ പറയാം. അഥവാ ഏതെങ്കിലും ഒന്ന് പറയാം. അങ്ങനെയൊക്കെ ഹദീസിൽ വന്നത് കാണാം. എന്നാൽ അതിന്റെ പൂർണ്ണമായ ഭാഗം ഹദീസുകൾ കാണാം. ربنا لك الحمد ملء السماوات وملء الأرض وما بينهما وملء ما شئت من شيء بعد أهل الثناء والمجد أحق ما قال العبد كلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. دعاء أرث من ذلك ربنا لك الحمد الله إننا كان الله سديم. ചില റിവായത്തുകൾ കാണാം, ഒരു സഹാബി പിന്നിൽ നിന്ന് എന്തു പറഞ്ഞു? ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ആ വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് രേഖപ്പെടുത്താൻ 30ഓളം മലക്കുകൾ മത്സരിക്കുന്നതായി ഞാൻ കണ്ടു. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹു നിനക്കാണ് എല്ലാ സ്തുതിയും. മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമാ ബൈനഹുമ, ആകാശം നിറയെ ഭൂമി നിറയെ അതിനിടയിൽ നിറയെ. മിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, അതിനുശേഷം നീ ഉദ്ദേശിക്കുന്നതെല്ലാം നിറയെ. അഹ്ല സനാഇ വൽ മജ്ദ്, എല്ലാ പുകഴ്ത്തലിനും പ്രശംസക്കും അർഹതപ്പെട്ടവൻ. വൽ മജ്ദ്, എല്ലാ മഹത്വങ്ങളും ഉള്ളവൻ. അഹ്ല സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാല അൽ അബ്ദ്, അടിമ പറയാൻ പുകഴ്ത്താൻ ഏറ്റവും അർഹതപ്പെട്ടവൻ. കുല്ലുനാ ലക അബ്ദ്, അല്ലാഹു ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹു നീ തന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് തരാൻ ആരുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, ഒരു ജദ്ദുള്ളവൻ അഥവാ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഉള്ളവന് ഒരിക്കലും നിന്നിൽ നിന്ന് അത് പ്രയോജനപ്പെടുകയില്ല. അവന്റെ അമലല്ലാതെ പ്രയോജനപ്പെടുകയില്ല. നീ അവനൊരു ഷർ ഉദ്ദേശിച്ചാൽ അതൊന്നും അവനെ കാക്കുകയില്ല. അതുപോലെ റുക്കൂഇലും സുജൂദിലുമെല്ലാം അള്ളാഹുവിന്റെ മജ്ദ് ആണ്, അവന്റെ മഹത്വമാണ് നാം വാഴ്ത്തുന്നത്. അതുപോലെ നോക്കൂ, അത്തഹിയാത്തിൽ സലാത്ത് പറഞ്ഞതിന് ശേഷം ഇന്നക ഹമീദും മജീദ് എന്നാണ് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഹമീദും മജീദ് എന്ന പേര് എന്തുകൊണ്ട് സലാത്തിന്റെ ഉടനെ പറഞ്ഞു, അതിനുള്ള കാരണം ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സലാത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ മേൽ പിന്നെയും അനുഗ്രഹം ചൊരിയാൻ ചോദിക്കലാണ്. അപ്പോൾ ധാരാളമായി നൽകുന്നവൻ എന്ന വിശാലത അറിയിക്കുന്ന ഹമീദും മജീദും എന്ന പേര് ആണ് അവിടെ യോജിക്കുക. മജീദ് എന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹത്വമുള്ളവൻ എന്നതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ അതിന്റെ അർത്ഥം വിശാലമായി നൽകുന്നവൻ എന്നാണ്. ഉദാരത, അവന്റെ കറം അറിയിക്കുന്ന പേരുകൂടിയാണ് ആ പേര്. ഖുർആനിൽ മുഴുവൻ അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് കാണാം. ആ ഖുർആൻ തന്നെ അതിനെ തന്നെ അള്ളാഹു മജീദ് എന്ന് വിശേഷിപ്പിച്ചത് കാണാം. കാരണം അത് മഹത്വമേറിയ ഖുർആനാണ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഖുർആൻ ഒരുവൻ ഓതിയാൽ അവൻ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, അതൊക്കെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകളാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ലില്ലാഹി മലായിക, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. യതൂഫൂന ഫിത്തുറുഖ്, അവർ ഇങ്ങനെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. യൽതമിസൂന അഹ്ല ദിക്ർ, ദിക്റിന്റെ ആളുകളെ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ ആണ് അവർ അന്വേഷിച്ച് ചെല്ലുന്നത്. റബ്ബിനെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ അത് പറയപ്പെടുന്ന മജ്ലിസുകളാണ് അവൻ, ആ മലക്കുകൾ അന്വേഷിച്ചു ചെല്ലുക. ഏതാണ് അള്ളാഹുവിന്റെ ദിക്റിന്റെ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ദിക്ർ ദുആ മജ്ലിസ്, ആ മജ്ലിസ് ആണോ അത്? പട്ടത്തിലിരുന്ന ആളുകൾ ചൊല്ലുന്ന, ഒരാൾ ചൊല്ലുന്നു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു. ഈ വക ബിദ്അത്തിന്റെ മജാലിസു ദിക്റാണോ ഉദ്ദേശം? അല്ല, അത് ബിദ്അത്തിന്റെ മജ്ലിസുകളാണ്. ദിക്റിന്റെ യഥാർത്ഥ ദിക്റിന്റെ മജ്ലിസുകളല്ല. മറിച്ച് ദിക്റിന്റെ മജ്ലിസുകൾ എന്നാൽ അതിൽ ഉൾപ്പെടുന്നത് ആളുകൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ഇരിക്കുന്നു, അത് ദിക്റിന്റെ മജ്ലിസാണ്. ഒരു മസ്ജിദിൽ 4 ആളുകൾ ഇരിക്കുന്നു, 4 ആളുകളും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയാണ്, അവർ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൽമിന്റെ മജ്ലിസുകൾ, അത് ദിക്റിന്റെ മജ്ലിസുകളാണ്. അറിവിന്റെ മജ്ലിസുകൾ ദിക്റിന്റെ മജ്ലിസുകളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിക്റിന്റെ ആളുകളെ അവർ അന്വേഷിക്കുന്നു. ഫഇദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു കൂട്ടരെ ആ മലക്കുകൾ കണ്ടാൽ തനാദൗ, അവർ പരസ്പരം വിളിക്കും, ഹലുമു ഇലാ ഹാജാതിക്കും, ഇതാ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അവർ പരസ്പരം വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഹുഫൂനഹും ബിഅജ്നിഹതിഹിം ഇല അസ്സമാഇ ദുനിയ, മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് ഈ ഇരിക്കുന്നവരെ മൂടി അവരെ പൊതിന് ഭൂമിയോടടുത്ത് ആകാശം മുട്ടെ അവർ നിൽക്കും. ഫയസ്അലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, വഹുവ അഅലമു മിൻഹും, മലക്കുകളെക്കാൾ ഇവരെ കുറിച്ച് അറിയുന്നവനാണ് റബ്ബ്. പക്ഷെ മലായികത്തിനോട് അള്ളാഹു ചോദിക്കും. എന്തിനാണത്? മലക്കുകൾക്കിടയിൽ അവരുടെ ശ്രേഷ്ഠത അറിയിക്കാൻ വേണ്ടിയാണ്, അവരുടെ ശ്രേഷ്ഠത അറിയിക്കാൻ വേണ്ടിയാണ്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ മലായികത്ത് മനുഷ്യരെ പടക്കുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? അള്ളാഹുവെ, ഭൂമിയിൽ രക്തം ചിന്തുന്ന ആളുകളെ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ നീ സൃഷ്ടിക്കുകയാണോ? ആ മലായികത്തിൽ അള്ളാഹു അവന്റെ അടിമകളിൽ ഇതാ ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കും. അള്ളാഹു അവരോട് ചോദിക്കും, മാ യഖൂലു ഇബാദി, എന്താണ് എന്റെ ഈ അടിമകൾ പറയുന്നത്? മലക്കുകൾ പറയും, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക. അല്ലാഹു ഇവർ തസ്ബീഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ്. അതുപോലെ യുകബ്ബിറൂനക, തക്ബീർ പറയുന്നു, വയഹ്മദൂനക, ഹംദ് പറയുന്നു, അൽഹംദുലില്ലാഹ്, വയുമജ്ജിദൂനക, നിന്റെ മജിദ്, നിന്റെ മഹത്വം അവർ വാഴ്ത്തി പറയുന്നു. അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന വാക്കുകൾ അതിൽ ഉൾപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള വാക്കുകൾ, അല്ലാഹു അക്ബർ പോലെയുള്ള വാക്കുകൾ. ഖാല ഫയഖൂലു ഹൽ റഅൗനി, അതുപോലെ അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന ശരിയായ ഏത് വാക്കുകളും. അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കാണ് ഇത് പറഞ്ഞാൽ, ഹൽ റഅൗനി, അവരെന്നെ കണ്ടിട്ടാണോ ഇത് പറയുന്നത്? അവരെന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഅൗക, അള്ളാഹുവാണ്, ഇല്ല റബ്ബെ, അവർ നിന്നെ കണ്ടിട്ടില്ല. അള്ളാഹു ചോദിക്കും, കൈഫ ലൗ റഅൗനി, അവരെന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകും? യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കാണാതെ അവനെ പുകഴ്ത്തുന്ന, അവനെ വാഴ്ത്തുന്ന ഈ അടിമകൾ അള്ളാഹുവിനെ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മലക്കുകൾ പറയും, ലൗ റഅൗക, അള്ളാഹു അവരെങ്ങാനും നിന്നെ കണ്ടിരുന്നുവെങ്കിൽ കാനു അശദ്ദ ലക ഇബാദ, അവർ ഇതിനേക്കാൾ കടുപ്പത്തിൽ ശക്തമായി നിന്നെ ഇബാദത്ത് ചെയ്തേനെ. വഅശദ്ദ ലക തംജീദ, ഇതിനേക്കാൾ നന്നായി നിന്നെ പുകഴ്ത്തിയേനെ. വഅക്സറ ലക തസ്ബീഹ, ഇതിനേക്കാൾ നിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചേനെ. അള്ളാഹു അവരോട് ചോദിക്കും, ഫമാ യസ്അലൂനി, എന്താണ് അവർ എന്നോട് ചോദിക്കുന്നത്? എന്താണ് അവരായിരുന്നിട്ട് എന്നോട് ദുആ ചെയ്യുന്നത്? അവർ പറയും, യസ്അലൂനകൽ ജന്ന, അവർ സ്വർഗം ചോദിക്കുകയാണ്. അള്ളാഹു മലക്കുകളോട് പറയും, വഹൽ റഅൗഹ, സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? അവർ പറയും, ല, അള്ളാഹുവെ, ഇല്ല, കണ്ടിട്ടില്ല. വല്ലാഹി യാ റബ്ബ് മാ റഅൗഹ, റബ്ബേ, അവർ ഒരിക്കലും അത് കണ്ടിട്ടില്ല. അള്ളാഹു ചോദിക്കും, ഫകൈഫ ലൗ അന്നഹും റഅൗഹ, അവരെങ്ങാനും ആ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മലക്കുകൾ പറയും, ലൗ അന്നഹും റഅൗഹ കാനു അശദ്ദ അലൈഹി ഹിർസ, അവരെങ്ങാനും സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ അവർ ഇതിനേക്കാൾ കടുപ്പത്തിൽ അതിനോട് താല്പര്യമുള്ളവരായേനെ. വഅശദ്ദ ലഹ തലബ, ഇതിനേക്കാൾ നന്നായി അതിനുവേണ്ടി തേടിയേനെ. വഅദമ ഫീഹാ റഗ്ബ, ഇതിനേക്കാൾ നന്നായി അതിന് ആഗ്രഹം വെച്ചേനെ. അള്ളാഹു അവരോട്, മലക്കുകളോട് ചോദിക്കും, ഫമിമ്മ യതഅവ്വദൂൻ, എന്തിൽ നിന്നാണ് അവർ കാവൽ തേടുന്നത്? മലക്കുകൾ പറയും, മിനന്നാർ, നരകത്തിൽ നിന്നാണ്. അള്ളാഹു ചോദിക്കും, വഹൽ റഅൗഹ, അവർ നരകം കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ് മാ റഅൗഹ, അള്ളാഹുവാണ് റബ്ബേ, അവർ നരകം കണ്ടിട്ടില്ല. ഫകൈഫ ലൗ റഅൗഹ, കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ലൗ റഅൗഹ കാനു അശദ്ദ മിൻഹാ ഫിറാറ വഅശദ്ദ മിൻഹാ മഖാഫ, അവരത് കണ്ടിരുന്നുവെങ്കിൽ, അതെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ അവർ അതിൽ നിന്ന് പേടിച്ചോടിയേനെ, ഇതിനേക്കാൾ അവർ നരകത്തെ ഭയന്നേനെ. അള്ളാഹു അവരോട് പറയും, ഫഉശ്ഹിദുക്കും, ഞാനിതാ നിങ്ങളെ സാക്ഷികളാക്കുന്നു, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന് ഞാനിതാ നിങ്ങളെ സാക്ഷികളാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലു മലക്കും മിനൽ മലായിക, അപ്പോൾ ആ മലക്കുകളിലെ ഒരു മലക്ക് പറയും, അല്ലാഹുവേ, ഫീഹിം ഫുലാൻ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ലൈസ മിൻഹു, അവൻ യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഇന്നമാ ജാഅ ലിഹാജ, അവൻ വേറൊരു ആവശ്യത്തിന് വന്ന് അവിടെ ഇരുന്നതാണ്, വേറൊരു ആവശ്യത്തിന് വന്നിരുന്നതാണ്. അള്ളാഹു ആ സമയത്ത് പറയും, ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ജലീസുഹും,
അവരൊരു കൂട്ടരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ കൂടെ ഇരുന്നവൻ ഭാഗ്യം കെട്ടവനായി പോവുകയില്ല. അവരുടെ കൂടെ ഇരുന്നവൻ ഭാഗ്യം കെട്ടവനായി പോവുകയില്ല. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അവരുടെ കൂടെ ഒരാവശ്യത്തിന് വന്നിരുന്നവന്റെ സ്ഥിതി ഇതാണെങ്കിൽ അവരുടെ പ്രത്യേകത, അവരുടെ സവിശേഷത എന്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിലുള്ള മജ്ലിസുകളാക്കി, നമ്മുടെ ഇൽമിന്റെ മജ്ലിസുകളാക്കി തീർക്കുമാറാകട്ടെ, അവന്റെ ഫദ്ലിനാൽ, അവന്റെ റഹ്മത്തിനാൽ. അപ്പൊ നോക്കൂ, ഇതാണ് അള്ളാഹുവിന്റെ അൽ മജീദ് എന്ന പേരിന്റെ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിന്റെ മഹത്വം ഒരുവൻ മനസ്സിലാക്കിയാൽ അവൻ ഏറ്റവും റബ്ബിനെ ഭയപ്പെടുന്നവനായിരിക്കും. അള്ളാഹുവിനോടുള്ള ഒരുവന്റെ ഭയം എത്രയുണ്ടോ അത്രയും അവൻ സൃഷ്ടികളോടുള്ള അവന്റെ ഭയം കുറയുമെന്നാണ്. നേരെ തിരിച്ചും അള്ളാഹുവിനോടുള്ള ഒരുവന്റെ ഭയം എത്ര കുറവാണോ അത്രയും അവൻ പടപ്പുകളെ പേടിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ഈ അൽ മജീദ് എന്ന അവന്റെ മഹത്വം അറിയിക്കുന്ന പേര് ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ, അത് ശരിക്കും ഉൾക്കൊള്ളാത്തതിന്റെ ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മുന്നിൽ വരികയാണ്, എന്തെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കടമ്പ മുന്നിൽ വന്നാൽ ആദ്യം നമ്മുടെ ഖൽബ് തിരിയുന്നത് എന്നെ ഇതിന് സഹായിക്കാൻ ആരുണ്ട് പടപ്പുകളിൽ, ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരുണ്ട്, ഇതിനൊരു ശുപാർശ പറഞ്ഞു തരാൻ ആരുണ്ട്. ഈ രൂപത്തിൽ ഖൽബ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ഈ ഇസ്മ ശരിക്കും മനസ്സിൽ ഉൾക്കൊള്ളാത്തതിന്റെ അടയാളമാണ്. അതേസമയം ഇത് ശരിക്കും ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ഒരു കടമ്പ, ഒരു പ്രയാസം വന്നാൽ ആദ്യം അവന്റെ ഖൽബ് തിരിയുക റബ്ബിലേക്കാണ്, അള്ളാഹുലേക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട്, അവനിൽ തവക്കുലാക്കുക. അതാണ് അള്ളാഹുവിന്റെ അംബിയാഇന്റെ അവരുടെ ചരിത്രം. അതാണ്, ഇത് പറയാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു രംഗം മുന്നിൽ വന്നാൽ ആദ്യം റബ്ബിലേക്ക് തിരിയുക എന്നത് എല്ലാവർക്കും സാധിക്കുകയില്ല. മൂസ അലൈഹിസ്സലാം, നോക്കൂ നിങ്ങൾ, ആ ഖൗം ഫറഔനിന്റെ ജനത പിന്നിൽ വരികയാണ്. അവൻ പറഞ്ഞത് തന്നെ ഇന്ന ഹഉലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ, ഇതൊരു ചെറിയ കൂട്ടം ആളുകളാണ്. വഇന്നഹും ലനാ ലഗായിദൂൻ, അവർ നമ്മെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു, നമ്മുടെ കോപം വാങ്ങിയിരിക്കുന്നു. ഫിറഔൻ പറയുകയാണ് വഇന്നാ ലജമീഉൻ ഹാദിറൂൻ, ഞങ്ങൾ സുസംഘടിതരായ ആളുകളാണ്. അവൻ സർവായുധ സജ്ജരായ സൈന്യമാണ് അവന്റെ കൂടെ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഉദിക്കുന്ന വേളയിലെ രംഗം പറയുകയാണ്. മുന്നിൽ കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരും. ആളുകൾ പറഞ്ഞു ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെട്ടു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാം പറഞ്ഞ എന്താ? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിക്കുന്നതാണ്. ഇത് സഹോദരങ്ങൾ ഓതിപ്പോകാൻ എളുപ്പമുള്ള ചെറിയ ആയത്താണ്. അതുപോലെ അത് പറയാനും പ്രസംഗിക്കാനും എളുപ്പമായിരിക്കും. പക്ഷെ അതുപോലൊരു കടമ്പ മുന്നിൽ വന്നാൽ ആദ്യം നിന്റെ ഖൽബ് അള്ളാഹുലേക്കാണോ തിരിയുന്നത്, പടപ്പുകളിലേക്കല്ലേ? അതാണ് ശരിയായ ഈമാനിന്റെ അടയാളം. ഈമാൻ അത് കൂടും കുറയും. ആളുകൾക്കിടയിൽ അത് അടുത്തടുത്ത് നിസ്കരിക്കുന്ന രണ്ടാളുകളുടെ ഒരാളുടെ ഈമാൻ വളരെ ചെറുതായിരിക്കും, മറ്റൊരാളുടെ ഈമാൻ പർവ്വതങ്ങൾക്ക് സമാനമായിരിക്കും, മറ്റൊരാളുടെ ഈമാൻ ആകാശം മുട്ട ഉണ്ടായിരിക്കും. ഒരാളുടേത് തന്നെ ഈമാൻ പല അവസ്ഥകളിൽ കൂടുകയും കുറയുകയും ചെയ്യും. അള്ളാഹുവിന്റെ അസ്മാ, അവന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കുക എന്നതാണ് ഈ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരാൻ, അവനിൽ കാര്യം അവലംബിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക. നോക്കൂ, ഈ രണ്ട് പേരുകൾ അൽ ഹമീദ്, അൽ മജീദ് എന്ന പേരുകൾ ഖുർആനിൽ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരിടമാണ് നേരത്തെ പറഞ്ഞ സൂറത്ത് ഹൂദിലെ ആയത്ത്. അതുപോലെ സലാത്തിന്റെ വേളയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് സലാത്ത് ചോദിക്കുന്ന വേളയിലും ഈ രണ്ടു പേരുകൾ ഒരുമിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഗനി എന്ന അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഗനിയാണ്, അവൻ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനാണ്, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവൻ സ്തുതികൾക്ക് അർഹനാണ്. നോക്കൂ നിങ്ങൾ, ആളുകളിൽ ഒരുവന് ഗിന ഉണ്ട്, ഒരുവന് സമ്പത്തുണ്ട്, അവന് വിഭവങ്ങളുണ്ട്, ചിലപ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരിക്കും, സ്തുത്യർഹമായ പ്രവർത്തനങ്ങളായിരിക്കില്ല അവന്റെ പ്രവർത്തനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതെല്ലാം ഉണ്ടായിരിക്കെ, അവൻ ഏറ്റവും ഗിന ഉള്ളവനായിരിക്കെ, ഒരാളുടെയും ആശ്രയം അവൻ ആവശ്യമില്ലാതിരിക്കെ, അള്ളാഹു അവന്റെ സിഫത്തുകൾ ഏതും സ്തുതികൾക്ക് മാത്രം അർഹമാണ്.